ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക്. നിരവധി പേരിൽ നിന്നും പണപ്പിരിവ് നടത്തിയെന്ന സൂചനകൾക്കിടെ പുതിയ വെളിപ്പെടുത്തൽ. തന്റെ സഹോദരൻ ഇതിലേക്കായി 35 ലക്ഷം രൂപ മുടക്കിയെന്ന് തന്നോട് പറഞ്ഞതായി മൂവാറ്റുപുഴ സ്വദേശി അനിൽ പറയുന്നു. ദ്വാരപാലക വിഗ്രഹം മൂവാറ്റുപുഴയിൽ കൊണ്ടുവന്നതായും അനിൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇതിന്റെ പേരിൽ അദ്ദേഹം പലയിടങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തി എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. മൂവാറ്റുപുഴ സ്വദേശിയായ അനിൽ നടത്തുന്നത് അത്തരമൊരു വെളിപ്പെടുത്തലാണ്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി ഏതാണ്ട് 35 ലക്ഷം രൂപ മുടക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സഹോദരൻ ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? സഹോദരൻ എന്നോട് ഞാൻ ചോദിച്ചു, നിനക്ക് ഇത് ദ്വാരപാല വിഗ്രഹത്തിനൊക്കെ എത്ര ലക്ഷം രൂപ മുടക്കുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഏകദേശം ഒരു 35 ലക്ഷം രൂപ മുടക്കുണ്ടെന്നാണ് സഹോദരൻ എന്നോട് പറഞ്ഞത്. അത് ആർക്ക് കൊടുത്തു എന്നൊന്നും എന്നോട് പറഞ്ഞില്ല. എനിക്ക് ഇത്ര രൂപ മുടക്കുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എങ്ങനെയാണ് അദ്ദേഹം ഇതിലേക്ക് വരുന്നതെന്ന് അറിയാമോ? അദ്ദേഹം ഒരു അയ്യപ്പ ഭക്തനും ഭയങ്കര വിശ്വാസിയൊക്കെ ആയിരുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പുള്ളിക്ക് എന്നാ ബന്ധപ്പെട്ടെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ശബരിമലയിലെ മണി സമർപ്പിച്ചത് അന്ന് തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പുള്ളിക്ക് അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം സഹോദരന്റെ പേര് എങ്ങനെയാണ്? അജികുമാർ. അദ്ദേഹം എന്ത് പരിപാടിക്കാണ്, എന്ത് ബിസിനസ്? അദ്ദേഹം ബാംഗ്ലൂർ ഫർണസിന്റെ ബിസിനസ്സാണ്. ആയിരുന്നു അല്ലേ? പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് കോവിഡ് പിടിപെട്ടു. കോവിഡിനോടനുബന്ധിച്ച് ഹോസ്പിറ്റലായി. അതിനുശേഷം പുള്ളി മരണപ്പെടുകയത്. ഈ ദ്വാരപാലക വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നത് എങ്ങനെയാണ്? ദ്വാരപാല വിഗ്രഹം ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അജികുമാറിന് അതിനെന്തെങ്കിലും പങ്ക് കാണുമല്ലോ, അല്ലെ പൈസ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു ബന്ധം ഇല്ലെങ്കിൽ ഇതിലെ വിഗ്രഹം കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം പണം മുടക്കിയിട്ടുള്ളതുകൊണ്ടാണല്ലോ, അദ്ദേഹത്തിന് ബെനിഫിറ്റ് ആയിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ തറവാട്ടിൽ ഇത് വെച്ച് പൂജ ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞുകൊണ്ടായിരിക്കും ഇതിലെ കൊണ്ടുവന്നത്. ഇവിടെ ഈ കാവിൽ എന്താണ് ഇത് കൊണ്ടുവന്നത്? ഇത് അന്ന് 11 തീയതി 2019 ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഇവിടുന്ന് നേരെ പള്ളിക്കത്തോട് എളമ്പള്ളി ശ്രീധമ്മ ശാഖാ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് ഇക്കാര്യം സംബന്ധിച്ച് അജികുമാർ ഒന്നും പറഞ്ഞിട്ടില്ലയോ? അങ്ങനെയൊന്നും അജികുമാർ ചോദിക്കാറില്ല. അജികുമാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു പറയും, ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്, അവിടെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ വിളിക്കണം, അവിടെ പരിപാടി നടത്തണമെന്ന് വിളിച്ചു പറയും. ഞങ്ങൾ അതുപോലെ ചെയ്യാറുള്ള. അല്ലാണ്ട് പുള്ളിയുടെ മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കാറുമില്ല, പുള്ളി പറയാറുമില്ല. സാമ്പത്തിക ഇടപാടൊന്നും ചോദിക്കാറുമില്ല, പറയാറുമില്ല. പുള്ളി പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. 2015 ശേഷം പുള്ളി ഒരു കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കാറില്ല. പുള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയും. ഞങ്ങൾ ഷാജിയൊക്കെ കാണും, ഞങ്ങളെല്ലാവരും വിളിച്ചു പറയും. ഞങ്ങൾ അതുപോലെ ആളെ കൂട്ടി ബന്ധുക്കാരെ കൂട്ടി അതുപോലെ ചെയ്തു കൊടുക്കും. ഇവിടെ നിന്ന് പോകും. എങ്ങനെയായിരുന്നു ഈ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ദ്വാരപാലകരുടെ വിഗ്രഹം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാവിൽ വെച്ച് ഒരു പൂജ നടത്തിയിട്ട് പോകണം, നിങ്ങളും പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ 2 ദിവസം മുമ്പ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ശബരിമലയ്ക്കാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് നോയമ്പെടുക്കാൻ ഒരു 7 ദിവസമെങ്കിലും നോയമ്പില്ലാണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അതിൽ പെട്ടില്ല. ഇവിടെ ഇതിൽ പങ്കെടുത്തുള്ളൂ. അന്ന് ഈ ദ്വാരപാലകരെ കണ്ട് ശബരിമലയ്ക്ക് പോയപ്പോൾ ഞങ്ങൾ ആ കൂട്ടത്തിൽ പോയില്ല. ഇവിടെ വലിയ ആഘോഷമായി ഇവിടെ ഈ ശാസ്താംപാട്ട്, ഭക്തി ഗാനമേള അതെല്ലാം സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. റോഡിൽ കുരുത്തോല തൂക്കി അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞനുസരിച്ച് ഞങ്ങളത് ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ചെയ്തു. അന്ന് ഒരു 3 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു വെളുപ്പിന്. ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റേ വന്നിരുന്നോ ഇതുകൊണ്ട് വിഗ്രഹം കൊണ്ടുവന്നപ്പോൾ? അതറിയാൻ പാടില്ല, എനിക്കറിയില്ല കേട്ടോ. അത് ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും അന്ന് അറിയാൻ പാടില്ല, അറിയില്ല. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ളൂ, അജിത് കുമാർ ആയിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ളൂ. ഇദ്ദേഹം ഉണ്ടായിരുന്നോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു? ഇല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ലായിരുന്നു. പക്ഷെ അജികുമാറിന്റെ കുറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിലാരൊക്കെ ഉണ്ടോന്ന് നമുക്കറിയില്ല. ഒരു 3-4 വണ്ടി ആൾക്കാരുണ്ടായിരുന്നു അവിടുന്ന്. അപ്പൊ ആരൊക്കെയാന്ന് നമ്മൾ ചോദിച്ചില്ല, ഒന്നുമില്ല. അവനോട് അങ്ങനെ ചോദിക്കണം, അവന് ഇഷ്ടമല്ല. താൻ സ്വർണ്ണം പൂശി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തോ അദ്ദേഹം സ്വർണ്ണം പൂശി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് വിഗ്രഹങ്ങൾ കൊണ്ടുപോരുന്നത്. പക്ഷേ മറ്റൊരാളുടെ പണം ഉപയോഗിച്ചാണ് നടത്തിയത് എന്നാണ് ഇപ്പോൾ താങ്കൾ പറയുന്നതിൽ മനസ്സിലാവുന്നത്. അതെ, എന്റെ ചേട്ടന് നല്ലപോലെ പൈസ മേടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഉറപ്പാണ്. അതായത് മണി തൊട്ട് ഈ ദ്വാരപാലക വിഗ്രഹം വരെ നല്ലൊരു പൈസ അജികുമാറിന്റെ നിന്ന് പുള്ളി മേടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ശ്രീകോവിന്റെ വാതിലിനെല്ലാം പൈസ മുടക്കിയത് പുള്ളി. ഈ വഴിച്ചെലവ് ഈ 4 വണ്ടി ആൾക്കാരെ ഇവിടുന്ന് വിളിച്ച് ശബരിമല കൊണ്ടുപോകണമെങ്കിൽ ചിലവ് വല്ലതും ഉണ്ടോ? അവിടെ റൂം, സദ്യ, അവരുടെ ഭക്ഷണം എല്ലാം അജികുമാറാണ് വഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അജികുമാർ ബാംഗ്ലൂർ ഒരു അയ്യപ്പ ടെമ്പിൾ ഒരു അമ്പലമുണ്ട്, അവിടെ സ്വർണം പൂശി കൊടുത്തത് അജികുമാറാണ് വാതില്. അതിന് നല്ല ചിലവായിട്ടുണ്ട്. അതും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. എന്ന് വെച്ചാൽ അന്ന് അവിടെ അത് ബാംഗ്ലൂർ ചെയ്യുമ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. സ്പീക്കർ വരെ അതിനകത്ത് വന്ന് പങ്കെടുത്ത ആളാണ്. ബാംഗ്ലൂർ അയ്യപ്പ ടെമ്പിളിന്റെ സ്വർണം പൂശി കൊടുത്തത് ഈ അജികുമാറാണ്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു, സ്റ്റേജിലുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അജികുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ താങ്കൾക്ക് അറിയാം? ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ എല്ലാ VIP-കളുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പം ശബരിമല മേൽശാന്തിയായിട്ടും ബന്ധമുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധം. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരാളെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം അവൻ്റെ ഫ്രണ്ടാണ്. ജയറാം എൻ്റെ കൂട്ടുകാരനാണ്. പിന്നെ ലാലു ആക്സസ് അവൻ്റെ കൂട്ടുകാർ. ഇങ്ങനെ എല്ലാ ഫ്രണ്ട്സാകും. പിന്നെ നമ്മൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യം എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പൈസ ഉള്ളവന് എല്ലാം ബന്ധങ്ങൾ കാണുമല്ലോ. അപ്പം പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളോ? അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച് അദ്ദേഹത്തിന് കോവിഡ് വന്നു. അദ്ദേഹത്തിനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വിവരം കിട്ടി. അതിനുശേഷം ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റിയില്ല. ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഫോൺ ലോക്ക്ഡാണ്.
പിന്നെ ഈ ആശുപത്രിയിൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാന്ന് നമുക്കറിയാം. ഏത് ആശുപത്രിയിലായിരുന്നു അദ്ദേഹം? അത് ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലാണ്. അതിൻ്റെ പേര് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ആശുപത്രി അത്ര നല്ല ആശുപത്രിയല്ല, ഫോർഡ് ആശുപത്രിയായിരുന്നു. പുള്ളിക്ക് ശരിക്കും ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടിയില്ല എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയ അറിവ്. നാടുമായി അദ്ദേഹത്തിന് അവസാന കാലത്ത് വലിയ ബന്ധമുണ്ട്? ഇല്ലായിരുന്നു, നാടുമായിട്ട് ബന്ധമില്ല. ഈ വാസുദേവനുമായിട്ട് കണക്ട് ആയതിനു ശേഷം അജികുമാർ നാടുമായിട്ട് ഒരു ബന്ധമില്ല. വീട്ടുകാരുമായും? ഇല്ലില്ല, ഇവിടെ വരും, ജസ്റ്റ് ആ വീട്ടിലൊന്ന് കയറിയിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നേരെ പള്ളിക്കത്തോട്ടിന് പോകും. ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പരാതി കൊടുക്കാനോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, നമുക്കൊന്നുമില്ല. നമുക്ക് ഞങ്ങളുടെ കാവ് സംരക്ഷിക്കണം. ഇങ്ങനൊരു സാധനം ഇവിടെ വന്നെങ്കിൽ ജനം അറിയണം, ഞങ്ങൾ കള്ളന്മാരാകരുത്. നാളുകളിൽ ചോദ്യം വരും, നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല, മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളും ഈ ഞങ്ങളുടെ കുടുംബക്കാരും എല്ലാവരും തെറ്റുകാരാകും. അതുകൊണ്ട് ഞങ്ങളുടെ കാവിൽ ഇങ്ങനൊരു സാധനം വന്നെങ്കിൽ അത് ജനം അറിയണം. അതുകൊണ്ട് മാത്രം എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്ത് ജനങ്ങളെ അറിയിക്കണം. ഈ സാധനം ഇവിടെ വന്നു, ഇവിടെ പൂജ ചെയ്തു, ഇവിടുന്ന് നേരെ പള്ളിക്കത്തോട്ടി പോയി ഇത് ഞങ്ങൾ അറിയിക്കുന്നത്.